കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് ചപ്രി ഹേ ചപ്രി ലുക്ക് ഹേ ഓൾറെഡി ഒരു ചപ്രി ലുക്ക് ഉണ്ട്. വെൽക്കം ടു മൈ മേക്ക് ഓവർ വീഡിയോ ഗൈസ്. അപ്പം കുറേ ദിവസമായി വാപ്പ ഉമ്മ ഞാനിപ്പോൾ നാട്ടിൽ എവിടെ പോയാലും കല്യാണം വിളിക്കാൻ വേണ്ടി ആൾക്കാരെ കാണുമ്പോൾ കല്യാണം വിളിക്കുമല്ലോ. അപ്പോൾ ഒരു കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ഇന്നിങ്ങനെ നോക്കും, ഇവനെ കണ്ടിട്ടൊരു കല്യാണ ചെക്കൻ്റെ ഒരു ലുക്ക് ഇല്ലല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒരു ചേഞ്ച് വേണം, എന്നാൽ ചേഞ്ച് ആയി കളയാം. മൊയന്ത് ലുക്ക് ഉണ്ടല്ലേ ഗൈസ്, നമുക്കുള്ളൊരു ലുക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ എനിക്ക്. പിന്നെ ഞാനിങ്ങനെ വെച്ചതാണ് ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും, മനസ്സിലാവണ്ടേ ആൾക്കാർക്ക് ചേഞ്ച് ഉണ്ട് എന്നുള്ളത്. അപ്പം താടി ഞാൻ വെറുതെ ഇങ്ങനെ ഷോന് കാണിച്ചാണ്, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ആക്കി എങ്ങനെ ആവും. അപ്പം നമ്മളൊരു മേക്ക് ഓവറിന് പോവാണ്. നമ്മൾ കൽപ്പറ്റ നാച്ചുറൽസിൽ പോയിട്ടാണ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടാവും മേക്ക് ഓവർ? ഇന്ന് മേക്ക് ഓവർ ട്രയലാണ് കേട്ടോ, നമ്മൾ ശരിക്കുള്ള മേക്ക് ഓവർ അല്ല. കല്യാണത്തിന് ഇനിയും 20 ദിവസമുണ്ട്, 22 ദിവസം ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പോയിട്ട് കല്യാണത്തിന് നമ്മൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ഏകദേശം നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡ്രസ്സില്ല, നമ്മുടെ കോസ്റ്റ്യൂം ഇല്ല, അല്ലെങ്കിൽ നമ്മളെ മുഖം എങ്ങനെ ഉണ്ടാവുമെന്ന് ഇന്ന് പോയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. നാച്ചുറൽസിൽ എത്തിയിരിക്കുകയാണ്, സെക്കൻഡ് ഫ്ലോറിൽ. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ നാച്ചുറൽസിൽ എത്തിയിരിക്കുകയാണ്. എന്ത് കണ്ടോ ഗൈസ്, നാച്ചുറൽസിലേക്കല്ല വന്ന് കല്യാണത്തിന് മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. കണ്ടോ, ഇതാണ് മുതലാളിന്റെ അവസ്ഥ. ടെൻഷൻ അത് മുടി അങ്ങനെയല്ല. അത് പിന്നെ ഞാൻ ഓൾ ഇന്ത്യ റൈഡൊക്കെ പോയില്ലേ, ആ സമയത്ത് ഹെൽമെറ്റ് യൂസ് ചെയ്ത് കാരനൊക്കെ വന്നിട്ട് സീനായതാ. ഇവിടെ നാച്ചുറൽസ്, ഇവിടെ മുടി പോയാൽ വെക്കാനും ഇവിടെ പുള്ളിന്റെ മുടി കണ്ടിട്ടാണ് പറഞ്ഞത് തോന്നുന്നില്ലേ. വേറൊരു ഇത് കൂടി വെക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മളിതാ ഇതിന്റെ അകത്തോട്ട് കയറാണ്. ഹലോ ഹലോ എന്തെങ്കിലും മൈക്കുണ്ടല്ലേ? ഓക്കെ, നമ്മളിപ്പം ഇന്നിപ്പം ട്രയലാണ്. നമ്മൾ ട്രയലല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ താടിയും മുടിൻ്റെയും ജസ്റ്റ് ഒരു ഹെയർ ട്രയൽ എടുത്തു നോക്കുക. ഇനി നമുക്ക് 22 ദിവസം ഉണ്ട് കല്യാണത്തിന്. ജൂലൈ 28-നാണ് നമ്മൾ പരിപാടി, നിക്കാഹ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ റിസപ്ഷൻ വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ നിക്കാഹിന് റെഡി ആവണമല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും മുടി വെട്ടണം. ഇപ്പോൾ ഒരു കാടൻ ലുക്കില്ലേ, ഇതിങ്ങനെ ആക്കി വന്നാട്ടോ. നിങ്ങളെല്ലാവരും വിചാരിക്കണ്ട അത് കുറച്ച് ഇങ്ങനെ ആക്കി കൊണ്ടുവന്നാ. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? കാണുമ്പോൾ ചേഞ്ച് തോന്നണ്ടേ? അതെ. എങ്ങോട്ടാ ഇരിക്കണ്ടേ? ഓക്കെ. ഓ ശരിക്കും ഭയങ്കര കാടൻ ലുക്ക് ഉണ്ടല്ലേ? ഇങ്ങനെ പോകണ്ട നമുക്ക്. പോകുമ്പോൾ ഇങ്ങനെ പോകണ്ടേ? പോകുമ്പോൾ അങ്ങനെ പോകണം, സൂപ്പർമാനായിട്ട് പോകണം. ഏതിലായിരിക്കുക? ഫസ്റ്റ് തന്നെ ഇരിക്കാം. എന്താ ഇവിടെ ഇരുന്നാലോ? എന്താ നിനക്ക് അവിടെ ഇരിക്കാലോ, വീഡിയോ എടുക്കേ. എനക്കൊരു സൗകര്യം ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഏത് സ്റ്റൈലാ പറയാ? ഓപ്ഷൻ ഇല്ല. ഏത് ഞാൻ പറയാൻ പറ്റില്ല, ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ കൊളാവാൻ പാടില്ല. ഹൈലി പ്രൊഫഷണൽസ്. അപ്പം കൽപ്പറ്റ നാച്ചുറൽസ് വരുന്നത് കൽപ്പറ്റ നമ്മളെ കൈനാട്ടി റിലയൻസ് പമ്പിന്റെ ഒക്കെ അടുത്തായിട്ടാണ്. KJ ഹോസ്പിറ്റലിന്റെ നേരെ മേലെ സെക്കൻഡ് ഫ്ലോർ. അല്ല, KJ ഹോസ്പിറ്റൽ പുറകിലല്ലേ, മുമ്പിലല്ലേ? സെയിം ബിൽഡിംഗ് അല്ലടാ? അല്ലല്ല, KJ ഹോസ്പിറ്റൽ പുറകിൽ. ഇത് മറ്റേ ഇതാണ് KJ ഹോസ്പിറ്റലിലെ ബിൽഡിംഗ് എന്നാ പറയാ മൊത്തത്തിൽ. ഓക്കെ, അങ്ങനെ. അപ്പൊ നമ്മളത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ടെൻഷനാ ശരിക്കും ഭയങ്കരമായിട്ട്. കല്യാണം കേട്ടോ, ഓൾറെഡി ടൈം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഒന്ന് ട്രയൽ പോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ടൈമിൽ ഒരു ലെങ്ത് ഗ്രോ ഉണ്ടാവും ആ ടൈം ആകുമ്പോഴേക്കും. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ ലെങ്ത് കൂടുതൽ വെക്കണമെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കണം. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. മറ്റേ ഫംഗ്ഷനോട് വന്ന് നമ്മൾ ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അല്ല, ശരിക്കും ഒരു ഗ്രൂം ഇവിടെ വരികയെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാ ഗ്രൂംസിനും എങ്ങനെയാണ് ശരിക്കും ഇത്ര ഗ്യാപ്പ്? ശരിക്കും 1 month ബിഫോർ എങ്കിലും അവർ ഫസ്റ്റ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേഷ്യൽ ആയിട്ടുള്ളതല്ല നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് ഇതിലൊരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈമിംഗ് 1 മാസത്തിന് മുമ്പ് കിട്ടിയാലാണ് നമുക്ക് പിന്നീട് മോശമായാലും 1 മാസത്തെ ടൈമിംഗ് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഇനിയിപ്പോ ഫംഗ്ഷന്റെ തൊട്ട് മുന്നേ ആണെങ്കിൽ ഒരു 1 week ബിഫോർ ആണ് അതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും നോർമലി തലേന്ന് ചെയ്ത് സ്പെഷ്യലി ചെയ്യണമെങ്കിൽ ഒരു 2 ദിവസം മുന്നേ. ഫേഷ്യൽ അല്ല, ഹെയർ കട്ട് ശരിക്കും വേണ്ടല്ലോ ഒരു
10 to 20 days മുന്നേ ഒന്ന് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അന്നൊരു ഫിനിഷിങ് ചെയ്ത് വെച്ചാൽ മതിയാവും. മറ്റേ നമ്മൾ കുറച്ച് നന്നായിട്ട് വളർത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് വന്ന് വെട്ടി കഴിയുമ്പോഴേക്കും ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് ആ ഹെയറിൻ്റെ ഷേപ്പ് 2 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറും. നിങ്ങൾ തന്നെ നോക്കി അറിയാൻ പറ്റും. ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ആ ഹെയർ നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് വന്ന് കിട്ടുക. സത്യമാണ്. അപ്പോൾ നമ്മളൊരു 10-15 ദിവസം മുന്നേ കട്ട് ചെയ്തിട്ട് പിന്നീട് ഫംഗ്ഷൻ 2 ദിവസം മുന്നേ ഫെഷ്യലിന് വേണ്ടി വരുമ്പോൾ ഒന്നും കൂടെ ഫൈനൽ സെറ്റ് ടച്ച് ചെയ്യും. പിന്നെ ബിയേർഡ് ഫംഗ്ഷൻ ഒന്ന് രാവിലെ മേക്കപ്പിൻ്റെ കൂടെ സെറ്റ് ചെയ്തിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മള് തലേന്ന് ഓടിപ്പോയി ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എങ്ങാനും ഇത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതല്ലേ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റില്ല. ആ ലെവലിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ല. അതാ ഒരു മാസം മുന്നേ വന്നിട്ട് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക. എന്നാലേ കല്യാണം ഒന്നേ ഉള്ളൂ കേട്ടോ, അത് ആലോചിക്കുക. അപ്പോൾ എന്നെ പോലെ മുൻകൂട്ടി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് നോക്കുക. ഇന്നിപ്പം നമുക്ക് ഏകദേശം ഒരു സ്റ്റൈല് മനസ്സിലാവും. ഇങ്ങനെയായിരിക്കും അത് നമുക്ക് എൻക്വയറി വരുന്ന എല്ലാവരുടെ അടുത്തും നമ്മളത് പ്രോപ്പറായിട്ട് പറയലുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഒരു മാസം മുന്നേ വന്നിട്ട് അന്വേഷിക്കുമ്പോൾ തന്നെ നമ്മൾ പറയലുണ്ട്. ഒരിക്കലും ഇങ്ങനെ അടുപ്പിച്ച് വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെയർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്കത് ആ ഫംഗ്ഷനോട് അടുപ്പിച്ച് ഫിനിഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ വരുന്നൊരു ഫോൾട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് വാഷ് ചെയ്യും. നമ്മൾ തുടങ്ങാൻ പോവാണ്. യെസ്. ഞാൻ 20 days ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാതെ വരുന്നതാണ് ലാഭം അല്ലേ? ഓക്കെ. അപ്പം വരുന്നവരൊക്കെ ലോങ് ഹെയർ ആയിട്ട് വരിക. ലോങ് ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടി വളർത്തല്ല. ഒരു 1 month കട്ട് ചെയ്യാതെ 1.5 മാസം കട്ട് ചെയ്യാതെ വരികയാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി പറ്റും. കാണാത്തല്ലേ? അത് മെയിൻ അന്ന് കറക്റ്റ് സെറ്റ് ചെയ്താൽ മതി. അടുത്ത മാസമാണ് ഫംഗ്ഷൻ. ഈ മാസം 28-ാം തീയതി നമുക്ക് 2 ഫങ്ഷൻസാണ് വരുന്നത്. ഒരു ഫങ്ഷൻ കൊടുങ്ങല്ലൂർ പക്ഷേ അവിടെ വേറെ ആൾക്കാരുണ്ട്. കൊടുങ്ങല്ലൂർ എവിടെ? കൊടുങ്ങല്ലൂർ കരുപ്പടന അറിയോ? ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു ഒരു 11 വർഷം. ഓക്കെ ഓക്കെ. ഞാൻ അവിടെ പോയി കല്യാണങ്ങൾക്ക് ചെയ്യാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഓക്കെ. മേക്കപ്പിന് പോയിട്ട് വീടുകളിൽ പോയി ചെയ്ത് കൊടുക്കുക. ഇതിന്റെ തൊട്ട് മുന്നേ ഫേഷ്യൽ ചെയ്യില്ലേ? നമുക്കിപ്പോൾ നിങ്ങളുടെ ഹെയറിലൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ അഡ്വാൻസ് ആയിട്ട് ചെയ്യുമ്പോഴൊരു ഇതെന്താണെന്നറിയോ? ഇപ്പം നിങ്ങളുടെ തലയുടെ പുറകിലൊരു മുറിവിൻ്റെ പാടുണ്ട്. നമ്മളത് കാണില്ല. ഓക്കെ ഓക്കെ. ഫംഗ്ഷന് 2 ദിവസം മുന്നേ വന്നിട്ട് നമ്മൾ ഫെയ്ഡ് ചെയ്യണ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഫെയ്ഡ് ചെയ്യാണ്. ആ മുറിവിൻ്റെ പാട് ശരിക്കും തെളിഞ്ഞ് വന്നാൽ പിന്നെ കവർ ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്തിട്ട് തൊട്ടോ. അപ്പോൾ നമ്മളെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. നമ്മളെ ഹെയറൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ട് കേട്ടോ. അത് മറ്റേ ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ താരന് ജെല്ല് വെച്ചിട്ടാണ് ഹെയർ കുറച്ച്. അങ്ങനെ കാണൂലായിരുന്നു ഡേറ്റിൽ. കാണില്ല? കാണുന്നില്ലല്ലേ? എന്നാലും കാണിച്ചെടുക്കും. അത് കട്ട് ചെയ്യാന്നില്ല. അതൊക്കെ നമ്മൾ ബ്ലാക്ക് ആക്കും. അവിടെ ജെല്ല് വെച്ചിട്ടോ? ഓക്കെ. ഇല്ല, അത് ടെൻഷൻ കാരണമായിരിക്കും. നരയ്ക്കാനുള്ള കാരണം എന്താ അറിയോ? ശരിക്കും പറഞ്ഞത് സ്ട്രെസ്, ടെൻഷൻ. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്
ഒരു സെറ്റ് കഴിഞ്ഞല്ലേ? ഒരു സെറ്റ് കഴിഞ്ഞ് സൈഡ് ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പണിയെടുക്കും, സമയം എടുക്കും. മറ്റേ ഡയലോഗിൽ പറയുന്ന കുറച്ച് സമയം എടുക്കും. സൈഡ് കാണിച്ചിട്ട് ഇങ്ങനെ ചുറ്റും വെഡിങ്ങിലായതുകൊണ്ട് മാത്രം മാറ്റി വെച്ച് ചെയ്യാൻ പറ്റില്ല. അത് പതുക്കെ ചെയ്തിട്ടാണ് പണി തുടങ്ങും. ഇത് ട്രയലാട്ടോ, മെയിൻ കോഴ്സ് വരുന്നേ ഉള്ളൂ. ഇപ്പഴത്തെ തരും ചപ്രി മാറി ഗായ്സ്. സെറ്റ് ആയിരുന്നില്ലേ മുടി? ഒന്നും പറയാല്ല. ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു തലയിലേക്ക്. ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാവണേ. ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണല്ലോ. ഇപ്പൊ എന്തായാലും പറയില്ല, ഞാൻ ആ ഫോട്ടോ കാണിച്ചപ്പോ പുള്ളി കണ്ടില്ല. ശരിക്കും ഇത്ര മുടി തലയിലുണ്ട്. പിന്നെ ചിലവര് കഷണ്ടി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവര് പേടിക്കണ്ട കേട്ടോ. ഇവിടെ വന്ന് അതിനുണ്ട് കേട്ടോ. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് അല്ല, അതായത് നിങ്ങൾക്ക് കല്യാണത്തിന് സെറ്റായി കിട്ടും മുടി. നിങ്ങൾ കഷണ്ടിയാണെന്നൊന്നും ആരും മനസ്സിലാക്കൂല. അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിപ്പോ പറയാൻ കാരണം അതിപ്പോ പറയാൻ കാരണം അല്ല, ഞാൻ പറഞ്ഞതാണ്. അത് പറയാൻ കാരണം ഞാൻ പുള്ളിനെ ഒരു സാധനം കാണിച്ചു. പുള്ളി എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വർക്കിനെ കാണിച്ചു തന്നു. അപ്പൊ എന്റെ മുടി, എനിക്ക് കുറെ മുടി ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോ ഇല്ലല്ല, ഇത് മുടി ഉണ്ട്. ഇത് മുടി തന്നെ ഇട്ടു, ഇതിലൊന്നും ചെയ്തില്ല. അത് കുറച്ച് നമുക്ക് ഇതേപോലെ ഒരു ഫോൾഡിങ് കിട്ടിയാണ്. ലെങ്ത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ്. കാരണം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വെട്ടി ഷോർട്ട് ആക്കിയതല്ലായിരുന്നു. അപ്പൊ ഈ ഒരു ലെങ്ത് കണ്ടു, ഈ ലെങ്ത് ഇതേപോലെ തന്നെ 20 ദിവസം ആകുമ്പോഴത്തേന് ഇവിടെ ഇനിയിപ്പോ എന്തായാലും ഒന്ന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പൊ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പം ഇതിന്റെ ഫംഗ്ഷൻ തന്നെ വേണ്ടിയിട്ടുള്ള സ്റ്റൈലാണത്. മറ്റത് ശരിക്കും ഇതേപോലെ തന്നെ ബൗൺസിങ് ആയിരിക്കും. പക്ഷെ അതിന് പോലെ സൈഡ് ഇങ്ങനെ ഇതുണ്ടല്ലേ, അതിൽ കാണിക്കണ്ട. കരിങ്കാളി കൈമാറ്റി കരിങ്കാളി ചപ്രയാസിൻ മാറി. വീഡിയോ കാണാനുണ്ട്. നല്ല ഞാൻ ഇവിടെ ഇവിടെ ഇപ്പോഴോ ലൈറ്റ്. അപ്പം ഇത് നമ്മുടെ ട്രയലാണ് കേട്ടോ. ഷൂട്ടിനായിട്ട് സെറ്റ് ചെയ്തട്ടെ. അതൊന്നിപ്പോ പുറത്തുറക്കും. ഇത് നമ്മുടെ ട്രയൽ വെർഷൻ ആണ്. ഇനി നമ്മള് മെയിൻ വെർഷൻ ഒക്കെ വരുന്നേ ഉള്ളൂ. രസമുണ്ട് അല്ലേ? ഇപ്പൊ എന്നെ ഒരു കാണാൻ ഒരു ബർക്കത്തൊക്കെ അല്ലേ? അങ്ങോട്ട് ഫുള്ള് കാണിക്കണ്ടേ? കണ്ണാപ്പി എങ്ങനെയുണ്ട്? ഇപ്പൊ കല്യാണ ചെക്കൻ എനിക്ക് അത്ര കൊടുക്കാൻ പോകുമ്പോ ഈ അല്ല കല്യാണ ചെക്കൻ. All credits goes to സതീഷ്. നമ്മള് പുള്ളിനെ പരിചയപ്പെടുത്തില്ലല്ലോ. എത്ര വർഷമായിട്ട്? അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. 24 വർഷമായി. എന്റെ വയസ്സിന്റെ അത്ര ഉണ്ട് പുള്ളിന്റെ എക്സ്പീരിയൻസ്. ഇതിനെ പറ്റി ചിന്തിക്കുന്നതിന് നീ ജനിച്ചിട്ടില്ല. അപ്പൊ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ വീട്ടിലും പോയി ചെയ്തോളൂ ഇതേപോലെ? നമ്മളതും എല്ലാം പുള്ളി വീട്ടിലേക്ക് വന്ന് സെറ്റാക്കി തരും. അപ്പോൾ കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. ആർക്ക് വേണേൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് വരണമെന്നല്ലോ, അല്ലെ കോൺടാക്ട് ചെയ്താൽ മതിയോ? കോൺടാക്ട് ചെയ്ത് പിന്നെ എൻക്വയറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വന്ന് നമ്മൾ നോക്കണം. കാരണം ചിലർക്ക് ഈ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. ബെറ്റർ ഇവിടെ വരിക. അതാവുമ്പോൾ എന്താ അറിയോ, നിങ്ങൾക്കും പുള്ളി പറഞ്ഞു തരും. നമുക്കൊരു ഐഡിയ ഉണ്ടാവും, പിന്നെ പുള്ളിന്റെ ഐഡിയ കൂടി നമ്മളാണ് ഇത് സെറ്റ് ആവുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മുടി മൊത്തത്തിൽ ഇവിടെ മൊത്തം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാന്ന. പക്ഷെ അതിനായിട്ട് എനിക്ക് പുള്ളി പറഞ്ഞ ഐഡിയ ആണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ, എടുക്കാത്ത നല്ലേ. കാരണം എന്താ പറയുക, ഫോട്ടോസില് കുറച്ച് മുടി ഉള്ളതാണ് രസം. പിന്നെ ഈ കാണുന്നത് ഫേഷ്യലൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിയുമ്പോ ഞാൻ ഒന്നും കൂടി തീർക്കിയിരിക്കും, ഒന്നും കൂടി മാറും. ചപ്പറി മാറും ഗൈസ്. മാറിയില്ലേ? ഇപ്പൊ ഒരു രസമുണ്ടല്ലേ? ഇപ്പൊ ഒരു കോൺഫിഡന്റ് അല്ലേ? ഇപ്പൊ പോയി കോട്ടിട്ട് വെക്കാൻ നമ്മളെ കോട്ട് ഉറപ്പിക്കും. കോട്ടോടെ വേണ്ടി. പക്ഷെ കോഴിക്കോട് പോകണം ഗൈസ്. ഇനിയിപ്പോ എന്റെ സൂട്ടിന്റെ ട്രയലിന് പോകണം. അത് 10-ാം തീയതിയാണ് ഒരു ഡേറ്റ് പറഞ്ഞത്. അതിന് പോകുമ്പോ മുടി ഇങ്ങനെയുള്ളത് നല്ലതാ.
ഇന്നിപ്പോ എത്രാം തീയതി? 7-ാം തീയതി അല്ലേ? 8-ാം തീയതി. ഇന്ന് 7-ാം തീയതി. 8 2 ദിവസം. അപ്പോൾ ഇതേ ഷേപ്പിലായിരിക്കും ഞാൻ പോവുക അവിടെ. അപ്പോൾ സൂട്ടിട്ട് വെക്കുമ്പോൾ സെറ്റ് ആയി. അപ്പം നമ്മളെ ട്രയൽ വെർഷൻ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടാ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കാർഡ് ഉണ്ടാവും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് തങ്ങൾ നോക്കി വെച്ചോ. 2nd floor ഗൗതം ടവേഴ്സ്, KJ പിന്നെ ഹോസ്പിറ്റൽ അറിയോ, തൊട്ട് പുറകിലാണ്. ആ ബിൽഡിംഗ് ചോദിച്ചാൽ മതി. റിലയൻസ് പമ്പിന്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലെ ആയി കിട്ടും. ഒരു ലുക്കില്ലാതെ തന്നെ ഒരു ഇങ്ങനെ ആക്കില്ലേ. ഞങ്ങളുടെ സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഫേഷ്യലൊക്കെ ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആണ്. അപ്പം താങ്ക് യു. പോവാ ഇനി വീട്ടിൽ പോയിട്ട് എല്ലാവരും അഭിപ്രായം. ഇവിടുന്ന് പോയപ്പോഴെങ്ങാണ്ട് എന്തൊരു ബർക്കത്തുണ്ട് എന്നെ കാണാൻ. ഇവരെ കണ്ടില്ലേ, ഇവരെ രണ്ടാളും ഊക്കാനായിട്ട് ജനിച്ചാണ്. ഒന്നോനും ഒരു മറ്റേ ഇതാണ് എന്താണ് പാല് എന്താണ് മൂർക്കമ്മാമനെയാണ് ഞാൻ പാല് കൊടുത്ത് വളർത്തണേ. ഈ 2 എണ്ണം എന്റെ ഉമ്മ പറയും. എന്റെ ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ കറക്റ്റ് സത്യം പറയും. ഉമ്മ എവിടെ? ഉമ്മ എവിടെ? എന്നുണ്ട് എന്നെ മുടി? അടിപൊളിയായോ? ഇല്ല, ഇത് രസല്ലേ ഇങ്ങനെ? ചിത്രേച്ചിയോട് ചോദിക്കാം. ചിത്രേച്ചി, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? രസമുണ്ട്. ഞാൻ പോകുമ്പോ ഉള്ള രസാണോ ഇപ്പൊ എത്രത്തോളം രസമുണ്ട്? നോക്ക് ചിത്ര, സത്യം പറയും. ഇങ്ങനെയാണ് ഞാൻ കല്യാണത്തിന് ഉണ്ടാവുക. അപ്പൊ രസമുണ്ടോ? ഇനി ഫേഷ്യലൊക്കെ ചെയ്യാണ്ട് എല്ലാവരും ചെയ്യാം. അപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ പുരയിൽ എത്തിയിരിക്കുന്നു. ഇപ്പൊ വീഡിയോയിൽ കാണാൻ തന്നെ ഒരു വർക്കത്തുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ ഒക്കെയാണ്, എൻ്റെ മേക്ക് ഓവർ വീഡിയോ. ഇത് ട്രയൽ മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ. നമ്മൾ 26-ാം തീയതി നിക്കാൻ്റെ 2 ദിവസം മുന്നേ പോയിട്ട് ഫേഷ്യല് പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. 4-5 മണിക്കൂർ ഇരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അന്ന് കാണിച്ചുതരാം. ഓക്കെ, അപ്പം സാധാ നമ്മൾ കടയിൽ പോയിട്ട് മുടിയും തടി മുട്ടില്ലേ, അന്ന് അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയതാണ്. പിന്നെ പുള്ളി എനിക്ക് 2 ദിവസം നിക്കാനും പിന്നെ റിസപ്ഷനുള്ള ഹെയർ സ്റ്റൈൽ കാണിച്ചത് ഇങ്ങനെയാണ് വരികയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, റിവീലായി പോലെ. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.